കുറച്ച് കൂടുതൽ മലക്കറി ഇട്ടിട്ടുണ്ട്. മതി മതി മതി. ഇവിടെ ഉണ്ടായിരുന്നോ ഭക്ഷണം വിളമ്പോ ഉണ്ടായിരുന്നു? നല്ല ക്രൗഡ് ഉണ്ടായിരുന്നോ? നല്ല ക്രൗഡുണ്ട്. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസമാണ്. അതാ എല്ലാം സെയിം തന്നെയാണ്? എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇന്ന് രാത്രി ഘോഷയാത്രയൊക്കെ അടിപൊളിയാക്കണ്ടേ? അടിപൊളിയാക്കണം. ഓക്കെ, കുറച്ചാണ് ഈ ഇതുപോലെ ഈ കവറ് തരുന്ന സംഭവം നല്ലതാണ് കേട്ടോ. പാത്രം നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. മതി മതി. അടുത്തത് അതിന് ശേഷം നമ്മുടെ സുഹൃത്തും വഴികാട്ടിയുമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മലക്കറി ഇട്ടിട്ടുണ്ട്. മതി മതി മതി, സ്നേഹിക്കണ്ട. അവൻ്റെ മുഖം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ചിട്ടാ ചോറ്, കുറച്ച് മതി കേട്ടോ, അത്രയും വേണ്ട. ആ മതി മതി, കുറച്ച് ചോറ് മതി. സാമ്പാർ മതി മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് വെർമിസെല്ലിയാണ് പായസം, ഒരു ഗ്ലാസ് പായസം. ഓക്കെ, അപ്പോൾ പായസമൊക്കെ വെച്ചു. അതിനുശേഷം വെള്ളം ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം കൂടെ. ഓക്കെ, അപ്പോൾ വെള്ളവും തന്നിട്ടുണ്ട്, പായസവും തന്നിട്ടുണ്ട്. ക്രൗഡ് ഒന്ന് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ക്രൗഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിതാ ഈ ഒരു സ്പോട്ട് ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളമുണ്ട്, വെള്ളം എടുത്ത് സൈഡിൽ വയ്ക്കാം. പായസം എടുത്ത് സൈഡിൽ വയ്ക്കാം. ഇത്ര ഐറ്റംസിലാണ് നമുക്ക് ഇന്നത്തെ അന്നദാനത്തിനുള്ളത്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചോറ്, കുറച്ച് തോരന്, ബീട്രൂട്ട് കിച്ചടി, കുറച്ച് അച്ചാർ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാ ദിവസവും വരാറുണ്ടോ അവിടെ? വരാറുണ്ട്. എങ്ങനെയുണ്ട് പായസം? എങ്ങനെയുണ്ട്? പായസമൊക്കെ കൊള്ളാം. മോഹനൊന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. മോൻ കഴിക്കൂലേ? നേരത്തെ കഴിച്ചായിരുന്നു. ചേട്ടൻ പാട്ടൊക്കെ പാടിത്തരും? പാടിത്തരും. ഏത് പാട്ടാണ് കൂടുതലായിട്ട് പാടുന്നത്? ക്ലാസിക്കലാണ്, അതാ വെസ്റ്റേൺ ആണ്, മെലഡി? ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏതാണ്? എല്ലാ പാട്ടും കൂടുതലായിട്ട് പാടുന്ന പാട്ട് ഏതാണ്? തമിഴ് പാട്ടാണ്. ഏത് പാട്ടാണ്? സൂര്യയുടെ കടുത്ത ആരാധകനാണല്ലേ? ഭക്ഷണം എങ്ങനെയുണ്ട്? ഇന്നത്തോടുകൂടി ഉത്സവം കഴിയാണല്ലേ? പൊങ്കാല അർപ്പിച്ചായിരുന്നോ? ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പൊങ്കാല അർപ്പിച്ചായിരുന്നോ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. എവിടെ വർക്ക് ചെയ്യണം? പൂന്തറ ഹോസ്പിറ്റലില്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? പൊങ്കാലൊക്കെ കഴിഞ്ഞായിരുന്നോ? എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കാൻ പറ്റിയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെയുണ്ട്? എല്ലാ വർഷത്തെ പോലെ ഇത്തവണ വന്ന? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെയുണ്ട്? കഴിച്ചില്ല? നല്ല ക്ലിയർ ആയിട്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നത്? 10 വർഷം കൊണ്ട് വരെയാണ്. എവിടെ സ്ഥലം? എവിടെയാണ്? ചേട്ടാ എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇന്ന്? സാമ്പാർ, കിച്ചടി, അതുപോലെ പായസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഉണ്ടായിരുന്നു. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഇന്ന് എന്തൊക്കെ ഉണ്ട്? തോരൻ, അവിയൽ, കിച്ചടി, അച്ചാറ്, ഓക്കെ, രസം. അന്നദാനം എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ കഴിക്കാൻ? ഞാൻ ഇന്നലെ ഇന്ന് വന്നിട്ടുണ്ട്. ചേട്ടാ എന്ത് ജോലി എന്താണ്? ഞാൻ ഓട്ടോ ഓടുകയാണ്. സമയം കിട്ടുന്ന സമയത്ത് ഇവിടെ വന്ന് കഴിക്കാറുണ്ട്, അന്നദാനം ഉള്ള സമയത്ത്. എങ്ങനെയുണ്ട് ചേച്ചി ഭക്ഷണം? എങ്ങനെയുണ്ട്? ഒന്നും പറയുന്നില്ല. ഭക്ഷണം കൊള്ളാം. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇന്ന്? ഒന്നും കേൾക്കുന്നില്ല. പൊങ്കാല അർപ്പിച്ചായിരുന്നോ? പൊങ്കാല അർപ്പിച്ചു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഭക്ഷണമാണ്. എല്ലാ ദിവസവും വരാൻ പറ്റിയായിരുന്നു അന്നദാനത്തിന്? ഓക്കെ, നല്ല ആഹാരമാണ്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? നല്ല ഭക്ഷണം. പായസമൊക്കെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പായസമൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഒരു ഗ്ലാസ് കൂടെ ചോദിച്ചാൽ കിട്ടോ? വേണ്ട, ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടും. എല്ലാവരും കുടിക്കണമല്ലോ അല്ലേ? ഷുഗറിന്റെ പ്രശ്നമുണ്ടോ?
എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഉത്സവമാണ്. പിന്നെ എല്ലാ ദിവസവും ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ വലിയ ഒരു അന്നദാനം, വലിയൊരു സമൂഹ സദ്യ നടത്താൻ കഴിയണമുണ്ട്. അപ്പോൾ അത് ഈ വർഷവും വളരെ മനോഹരമായിട്ട് തന്നെ നടക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരുപാട് ഫ്ലോട്ടുകളും തെയ്യവും പല സ്റ്റൈലിലുള്ള പുതിയ മോഡലിലുള്ള ഡിജിറ്റൽ തരത്തിലുള്ള തെയ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയ പ്രൊസഷൻ, ഒരു ഘോഷയാത്ര ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ വർഷവും ഉത്സവം വളരെ മനോഹരമായിരുന്നു. ഇന്നത്തോടെ അത് സമാപിക്കുകയാണ്. ഇന്നത്തോടെ ഉത്സവം കഴിയും. നമ്മുടെ അന്നദാനത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇത്ര നേരമായിട്ട്. അന്നദാനം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഇത് കുറേ പേരുടെ സംഭാവനകളോടെ, ഒരുപാട് പേരുടെ സഹായത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വർഷവും 5 ദിവസവും അന്നദാനം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള ഫുഡ്, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുന്നുണ്ട്. വൈകുന്നേരവും ചെറിയ തോതിലുള്ള ആഹാരം കൊടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ വീട്ടിൽ സുഖമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം പ്രത്യേകം അവരെ പാത്രങ്ങളിൽ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയും നമ്മൾ അത് കൊടുത്തുവിടാറുണ്ട്. ഓക്കെ സാർ, കുറച്ച് ദിവസം മുമ്പ് വരെ കുമരിച്ചന്തയുടെ പാലത്തിന്റെ ഒരു പണി കാരണം ബ്ലോക്ക് ആയിരുന്നല്ലോ. ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവർ ചെയ്തിരുന്ന ഫേവർ എന്തൊക്കെയാണ്? ഉത്സവത്തിന് ഈ ക്ഷേത്രത്തിലോട്ട് ആളുകൾക്ക് വരാനും പോകാനും, ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അമ്പലത്ര ഭാഗത്തോട്ട് കൊണ്ടുപോകാനും, പിന്നെ ഇന്നലെ ചെറിയൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം വലിയൊരു പ്രൊസഷൻ അമ്പലത്ര വഴി കറങ്ങി തിരിച്ച് കുണ്ടറോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് റോഡ് അടഞ്ഞിരുന്നാൽ പറ്റത്തില്ല. അപ്പോൾ റോഡ് തുറന്നു തരണമെന്ന് നമ്മൾ മുമ്പ് നമ്മുടെ ചെറിയ പെരുന്നാൾ സമയത്ത് തന്നെ ഹൈവേയുടെ അടുത്ത് സമരസമിതിയായിട്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മെയ് മാസം 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ റോഡ് തുറന്നു തരണം. ഇതിനിടയ്ക്ക് അവരുടെ ഷെഡ്യൂൾ പ്രകാരം ഇവിടുത്തെ പണികൾ കുറച്ച് താമസിക്കണമുണ്ട്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അത് തുറന്നു തരാൻ അവർ തയ്യാറായി. 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അവർ റോഡ് തുറന്നു തരാൻ തയ്യാറായി. അങ്ങനെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ സാർ, തൽക്കാലം ഇത് അടയ്ക്കാതിരിക്കാനുള്ള മാർഗം കൂടെ ഒന്ന് നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കും. കാര്യം ഇവർക്ക് ഇപ്പോഴൊന്നും അടുത്ത ഷെഡ്യൂൾ ഇവിടെ പണി വരാൻ സാധ്യതയില്ല. അവർക്ക് ഇപ്പോൾ ഇവിടെ ഒരു KSEBയുടെ വർക്ക് നടക്കുന്നുണ്ട്. KSEBയുടെ വർക്ക് പൂർത്തിയായാൽ മാത്രമേ അവർക്ക് ഇവിടുത്തെ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവർ റോഡ് തുറന്നു തന്നിരുന്നെങ്കിൽ അത്രയും നാൾ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു.